എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ 2059 ദിവസം മലയാളം വെബിനാറാണ് നടക്കുന്നത്. ഇന്നത്തെ മലയാളം വെബിനാർ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ സാറ് പാലക്കാട് ജില്ലയിൽ നിന്നും DMO ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം പല സംഘടനകൾക്ക് വേണ്ടിയും ക്ലാസ് എടുക്കുകയും പല സ്ഥാപനങ്ങളിൽ ഹോമിയോപ്പതി ചീഫ് ഫിസിഷ്യനായി വർക്ക് ചെയ്യുകയും ഇപ്പോ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ നമ്മുടെ മധുസൂദന പണിക്കർ സാറിന്റെ മകളുടെ ക്ലിനിക്കിൽ ചീഫ് ഫിസിഷ്യനായി ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബാഷ് ഫ്ലവർ റെമഡികളിൽ അഗ്രഗണ്യനായ ഡോക്ടർ ഗോപികൃഷ്ണൻ സാറിനെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോപികൃഷ്ണൻ സാറ് ഉണ്ടായിരുന്നല്ലോ. സാറിന്റെ വീഡിയോ സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ ധനേഷ് ഡോക്ടർ? ആണോ? കോഹോസ്റ്റ് ആണോ ധനേഷ് ഡോക്ടർ? ഗോപികൃഷ്ണൻ സാറിനെ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് ആരംഭിക്കാം. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, വളരെ ദിവസങ്ങളും മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. എൻ്റെ വന്ധ്യപിതാവ് ഡോക്ടർ അപ്പുകുട്ടൻ മേനോൻ സാറിനെയും ഡോക്ടർ സാമൽ ഹാനുമാൻ്റെ വന്ധ്യ ഗുരുനാഥ മാതാമൃതാന്മയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ബാഷ്ലറിലേക്ക് ഒരു എത്തിനോട്ടം. നമ്മളന്ന് പറഞ്ഞിരുന്നു, ബാഷ്ലർ റെമഡി സെലക്ഷനിൽ 7 ഫീച്ചേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. 7 ഫീച്ചറിൽ നമ്മൾ 4 ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇനി 3 കൂടെ ബാക്കിയുണ്ട്. ഫസ്റ്റ് നമ്മൾ എടുത്തത് ഫോർ ദോസ് ഓഫ് ഫിയർ. നമ്മൾ വരുന്ന പേഷ്യൻസിൻ്റെ ഫിയർ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ പ്രോക്രോസ് പറയുന്നുണ്ട്, മിമിലസ് പറയുന്നുണ്ട്, ചെറി പ്ലം പറയുന്നുണ്ട്, ആസ്പൻ പറയുന്നുണ്ട്, റെഡ് ചെസ്റ്റഡ്. സെക്കൻഡ്, ദോസ് ഹു സഫർ അൺസർട്ടനിറ്റി. ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ആൾക്കാർ, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നത്. മൂന്നാമത്തെ അലിസിറാറ്റോ വരുന്നുണ്ട്, സ്ക്ലെറാന്തസ് വരുന്നുണ്ട്, ജെൻഷൻ വരുന്നുണ്ട്, ഗോൾസ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഫോർ ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കം. നമ്മുടെ പ്രസന്റ് സാഹചര്യങ്ങളിൽ നമ്മൾ യാതൊരു താല്പര്യം ഇല്ലാത്ത മൂന്നാമത്തെ ഗ്രൂപ്പിൽ. നാലാമത്തെ ഗ്രൂപ്പിൽ ലോൺലിനെസ്, ഏകാന്തതയിൽ പോകുന്ന ആൾക്കാർ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാമത്തെ ഗ്രൂപ്പ്, ഫോർ ദോസ് ഓവർ സെൻസിറ്റീവ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഐഡിയാസ്. വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ക്യാരക്ടറുള്ള 4 ഡ്രഗ്സാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഡ്രഗ് അഗ്രിമണി, സെക്കൻഡ് സെൻറ്റോറി, തേർഡ് വാൾനട്ട്, ഫോർത്ത് ഹോളി. അപ്പോൾ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് അഗ്രിമണിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രിമണി എന്ന് പറയുന്നത് ആൾക്കാർ സമാധാനകാംക്ഷികളാണ്. അവർ വഴക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്, ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം എപ്പോഴും ജ്വലിക്കുന്നുണ്ട്, അത് പുറമേ പ്രകടിപ്പിക്കില്ല. ഇവരുടെ പ്രസൻസ് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും. അവരുടെ പ്രസൻസിൽ അവരോടുള്ള സംസാരത്തിന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. പക്ഷെ അവര് ഉള്ളില് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ക്യാരക്ടറുള്ള ആൾക്കാരായിരിക്കും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടായിരുന്ന 2 വ്യക്തികളെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാം. ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ 2 വ്യക്തികളെ ഞാൻ പറയാം. അവരുടെ ജീവിതം എടുത്താൽ തന്നെ നമുക്കറിയാം. ഒന്ന് മിസ്റ്റർ ഇസ്മായിൽ, നമ്മുടെ ഡയറക്ടറേറ്റ് വർക്ക് ചെയ്ത ഇസ്മായിൽ എന്ന് പറഞ്ഞ ആളുടെ വ്യക്തി ജീവിതം എടുത്തു കഴിഞ്ഞാൽ ടിപ്പിക്കൽ അഗ്രിമണി ടൈപ്പാണ്. രണ്ടാമത് തൃശ്ശൂരിൽ വർക്ക് ചെയ്ത നമ്മുടെ ജോളി ഡോക്ടർ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന വ്യക്തികൾ, അവനവൻ്റെ സുഖദുഃഖങ്ങളിൽ ഒന്നും താല്പര്യമില്ലായ്മ. പക്ഷെ രാത്രിയായി കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടും. പക്ഷെ പുറമെ അവരിന്ന് പിറ്റേ ദിവസം രാവിലെ എണീച്ചാൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവർ പിന്നാലെ ചെന്ന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന കാരണം അഗ്രിമണി.
സ്വാതന്ത്ര്യങ്ങളോട് ആശയത്തോട് അമിതമായ സംവേദനക്ഷമതയുള്ള സന്തോഷകരമായ പ്രസന്നമായ നർമ്മമുള്ള ആളുകൾ, ഇവരുടെ പ്രസൻസ് നമ്മൾ ധാരാളം ആഗ്രഹിക്കും. ചില വ്യക്തികൾ വന്ന് പറയും, എന്തെങ്കിലും നമുക്കൊരു കാര്യം പറഞ്ഞപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചിട്ട് ചെയ്യാം, അല്ലെ ആ വ്യക്തി പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാം. അപ്പൊ ആ വ്യക്തി സ്വാധീനം നമുക്ക് നമ്മളെ വളരെയധികം പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ കാര്യങ്ങളിൽ അവർക്ക് തീരെ ശ്രദ്ധയില്ല. അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ അറിയിക്കാണ്ട് ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ക്യാരക്ടറുള്ള അഗ്രമണി എന്നുള്ളത്. അവനവന്റെ വിഷമങ്ങളെ, സങ്കടങ്ങളെ മാനസികമായ ശരീരം ഉള്ളിൽ അനുഭവിക്കുന്നവർ, പുറമേ ചിരിച്ച് സന്തോഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, തനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ഇവർ നല്ല ചങ്ങാതിമാരായിരിക്കും, ഇവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മളെ കറക്റ്റായിട്ട് നയിക്കാനായിട്ട് നമുക്ക് പ്രാപ്തരായ ആൾക്കാരാണ്. ഏത് നിമിഷം, ഏത് രാത്രിയായാലും ശരി, ഏത് പകലായാലും ശരി, അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ ആ സ്പോട്ടിൽ വന്ന് നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഞാൻ തന്നെ ഡിപ്പാർട്ട്മെന്റായിട്ട് 2015 മുതൽ ഒരു സദ്ഗമയ പ്രൊജക്ട് നടത്തിയതിന്റെ കേസ് നടത്തിക്കൊണ്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതിനുവേണ്ടി എന്നെ സഹായിച്ച വ്യക്തിയാണ് ഇസ്മയിൽ. എൻ്റെ ധാരാളം പാകപ്പെടൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സാറ് ചെയ്ത കാര്യങ്ങൾ തെറ്റില്ല, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ വേണ്ട ഉപദേശങ്ങളും ഗൈഡൻസും കോടതി വരെ പോകാനുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി തന്ന ശേഷമാണ് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത്. അത്രയും നല്ലൊരു സ്വഭാവക്കാരനായിരുന്നു. നമ്മുടെ കൂടെ തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങാനും സെക്രട്ടറിമാരെ കാണാനും ഒക്കെ സഹായിച്ച വ്യക്തിയാണ്. പക്ഷെ ആ സമയത്തെല്ലാം അങ്ങേര് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. പക്ഷെ അതൊന്നും നമ്മളെ അറിയിക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം ഇവർ അവരുടെ ദുഃഖങ്ങളെല്ലാം മറക്കുന്നത് മദ്യപാനത്തിലും ഡ്രഗ്സിലായിരിക്കും. അതാണ് അവരുടെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ ഇസ്മയിൽ പറഞ്ഞ വ്യക്തി ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ അവസാന കാലഘട്ടം വരെയും മദ്യത്തിന് അടിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ അടിമത്തം തന്നെ അയാളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അയാളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നല്ലൊരു ഭാവിയും സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുത്ത ശേഷമാണ് അയാൾക്ക് വരുമ്പോൾ അഗ്രമണി ടൈപ്പ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾ ജനിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ കാര്യങ്ങൾ നോക്കാനാണ്. നമ്മുടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, പക്ഷെ അതോടുകൂടി നമ്മളും നമ്മുടെ ശരീരത്തെയും മനസ്സിനും വേണ്ട കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അഗ്രമണി ടൈപ്പ് ആകണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള രോഗികളാണ് വരുന്നതെങ്കിൽ നമ്മൾ ടോപ്പ് റെമഡി ആയിട്ട് അഗ്രമണി ക്യാരക്ടറാണ് ആൾക്കാർ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായ ആൾക്കാർ. മനസ്സിലായില്ലേ? അടുത്തത് സെന്റോറി. സെന്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ അഗ്രമണി നമ്മുടെ ക്യാരക്ടർ നമ്മുടെ വീട്ടിലുണ്ടാവും. സെന്റോറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രൊലോങ്ഡ് ഇൽനെസ് ആയിട്ട് കുറേ ദിവസങ്ങൾ, മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു തിരിച്ചു വന്നു അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും റീകവർ ചെയ്തില്ല. അപ്പൊ അവരെ നമ്മുടെ കാർബോ വെച്ച് മരുന്ന് കൊടുക്കുന്ന മാതിരി നമുക്ക് അവരെ ചൈന കൊടുക്കുന്ന മാതിരി അവര് നോർമൽ ലൈഫിലേക്ക് അവരുടെ വൈറ്റാലിറ്റി തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ സെന്റോറി എന്നുള്ള മരുന്നുകൾക്ക് സാധിക്കും. ദയയുള്ള നിശബ്ദം സൗമ്യമായ ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ ഇവരും സെന്റോറി എന്നുള്ള പീപ്പിളും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായ മുൻപന്തിയിലാണ്. പക്ഷെ ഇവരൊരു പ്രത്യേകത എന്ന് വെച്ചാല് മറ്റുള്ളവരെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഡോർ മാറ്റ്സ് മാതിരിയാണ് ഉപയോഗിക്കുക. ഡോർ മാറ്റ്സ് യൂസ്ഡ് ആൻഡ് ഓവർ യൂസ്ഡ് ബൈ അതേഴ്സ്. നമ്മളെ വീട്ടിന് മുമ്പിൽ ഒരു ചവിട്ടി അല്ലെങ്കിൽ ഡോർ മാറ്റ് വെച്ചെങ്കിൽ നമ്മൾ കാല് ചവിട്ടിയാൽ പിന്നെയും പല പ്രാവശ്യം ചവിട്ടി അതിനെ ഒരു ദിവസം പ്രഭാതത്തിൽ ആ ചവിട്ടി കേടുവന്നു. അതേമാതിരിയാണ് ഇങ്ങനെ സ്വഭാവമുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് എൻ്റെ ഫ്രണ്ട് ഉണ്ടായ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞാനൊക്കെ PSC എക്സാം എഴുതിയ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ സർവീസിൽ കയറണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരാ, ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യണം, രാഷ്ട്രീയക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ടറെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ കാശ് ചെലവാക്കണം. ഈ 3 കാര്യങ്ങൾക്കും ഞാനോ എൻ്റെ ഫാദറോ തയ്യാറായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാനൊക്കെ ഡയറക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും ജോലി റിട്ടേണിൽ നല്ല മാർക്കുണ്ട്, അപ്പോൾ എന്തായാലും കിട്ടും. അന്നത്തെയൊക്കെ മാർക്ക് നമ്മുടെ 100-ലായിരുന്നു. ഈ ഡയറക്ടർ വരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടായ ഡോക്ടർ അയാളുടെ സ്വന്തം കാറിൽ ഡിസ്പെൻസറികളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിരുന്നു. ഈ വഴിയിൽ വെച്ച് ഈ കാറ് കേട് വരും. ഈ കാറ് കേടുന്ന ഈ ഡോക്ടർ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി
ഈ കാറിന്റെ ടയറൊക്കെ സ്വന്തമായിട്ട് റീപ്ലേസ് അല്ലെങ്കിൽ പഞ്ചറൊക്കെ വെട്ടി ഈ ഡയറക്ടറെ കൊണ്ട് അവസാനം PSC റിസൾട്ട് വന്ന സമയത്ത് ഇങ്ങനെ ലിസ്റ്റിലില്ല. എനിക്ക് 5th റാങ്ക് കിട്ടി, അങ്ങനെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അബൌട്ട് 90 അന്നത്തെ കാലത്ത് റിട്ടൺ എക്സാമിന് മാർക്ക് കിട്ടിയെങ്കിലും ഓറലിന് അങ്ങേരെ ഡയറക്ടർക്ക് അയാളെ സെലക്ട് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഹേമേന്ദ്രൻ ആയിരുന്നു PSC ചെയർമാൻ കോൺഗ്രസിന്റെ. അങ്ങേരുടെ ലിസ്റ്റിലുള്ള ആൾക്കാരെ മാത്രമാണ് അന്ന് കാലത്ത് സെലക്ട് ചെയ്തത്. അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പറ്റുമായിരുന്നു, പക്ഷേ ഈ ഡയറക്ടർ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് കിട്ടിയില്ല. അപ്പോൾ യൂസ്ഡ് ആൻഡ് ഓവർ യൂസ്ഡ് ബൈ അതേഴ്സ് എന്നുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ ഡോക്ടറെ ജീവിതം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ദൈവം എന്നൊരാളോടുകൊണ്ട് അയാളെ ഭാര്യയ്ക്ക് സർവീസിൽ കയറാൻ പിന്നീട് അവസരം കിട്ടി. അവർക്ക് സുഖമായിട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സെഞ്ചുറി എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തി ശരിക്കും പറയാം. യൂസ്ഡ് ആൻഡ് ഓവർ യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവരെ നമ്മളെ ദുരുപയോഗം ചെയ്യുക, ഉപയോഗം ചെയ്യല്ലേ, നമ്മൾ ഉപകാരപ്രദമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ നമ്മളെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെ അതിന് നമ്മളെ വശം വിധേയനാകുന്ന ആൾക്കാരാണ് സെഞ്ചുറി എന്നുള്ളത്. ഇവർ പണിക്കാരന്മാരെ പണിയെടുക്കുന്നതും സഹായിക്കാൻ താല്പര്യമുണ്ട് എന്നതിനേക്കാൾ അവരെ ഒരു വില്ലിംഗ് സർവീറ്റേഴ്സ്, അവരെ ഒരു സർവന്റിനെ മാതിരിയായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്നവർ, അവനവൻ്റെ ജീവിത ലക്ഷ്യം മറന്നവർ, അവനെൻ്റെ ജീവിത ലക്ഷ്യം മറന്ന ആൾക്കാരാണ് സെഞ്ചുറി എന്നുള്ളത്. മനസ്സിലായി? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മറക്കുന്നവരാണ് ഇവർ. നെക്സ്റ്റ് ഈസ് മൂന്നാമത്തേതാണ് വാൾനട്ട്. വാൾനട്ട് നമ്മുടെ എന്താ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ വേണ്ടതാണ്. എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും തരണം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ്, അതായത് നമ്മളിപ്പം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്യൂബർട്ടി സ്റ്റേജിൽ വരുന്ന സമയത്ത് ഒരു ലൈഫ് ചേഞ്ചിങ് പീരീഡ് വരികയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് കിട്ടാനായിട്ട് വാൾനട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇനിയിപ്പോൾ അവിടെ മാത്രം ഏതൊക്കെ ചേഞ്ചുകളാണ് ജീവിതത്തിൽ വരുന്നത് ആ സമയത്തെല്ലാം മെനോപോസിൽ പീരീഡ് കൊടുക്കാം. അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന് നമ്മൾ സ്വദേശത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്ന സമയത്തുള്ള ആ സെറ്റിൽമെന്റ് പീരീഡിലുള്ള നമ്മൾ അനുഭവിക്കുന്ന പ്രത്യേകതരം മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് വാൾനട്ട് കൊടുക്കാം. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, നമ്മൾ ഈ സിനിമാക്കാരെ അനുകരിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ചങ്ങാതിമാരെ അനുകരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും അതിൽ പെട്ടുപോവാതിരിക്കുക, അതിൽ ആ ഇൻഫ്ലുവൻസിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് വാൾനട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം വിദേശത്ത് നിന്ന് പഠിച്ച് സ്വദേശത്തെ സ്കൂളിൽ ചേരുമ്പോൾ സമയത്ത് ആ കുട്ടികൾക്ക് ഒരു പറിച്ചു നട്ടതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ഈ പുതിയ സ്കൂളായിട്ടും പുതിയ ഫ്രണ്ട്സായിട്ടും പുതിയ ടീച്ചേഴ്സായിട്ടും ഇവർക്ക് മിങ്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ക്രമേണ ശരിയാവുമെങ്കിൽ ആ പീരീഡിൽ നമുക്ക് പെട്ടെന്ന് ഇവരെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് വാൾനട്ട്. ഏത് കാര്യങ്ങളായാലും ശരി, ഇങ്ങനെ ഒരു ചേഞ്ച് ജീവിതത്തിൽ വരുന്ന സമയം, ജോബ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, മാരേജ് സമയത്ത്, ഇതെല്ലാം ലൈഫിൽ ഓരോ പീരീഡിൽ ഓരോ ചേഞ്ച് വരുന്ന സമയത്തെല്ലാം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വാൾനട്ട് ഈസ് ദ ബെസ്റ്റ് ഡ്രഗ്. നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാം. ഈ മരുന്ന് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും, മറ്റുള്ളവരുടെ ഉപദേശങ്ങളിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തും. നെക്സ്റ്റ് ഈസ് ഹോളി. ഹോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതുമാതിരി ഡ്രഗ് നമുക്ക് ഉപകാരപ്പെടാം, വ്രതമുള്ള ഒരു ഡ്രഗ് നമുക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്നും ഹോളി നമ്മുടെ മേശപ്പുറത്ത് നിത്യം ഉണ്ടായിരിക്കും. ഹോളി നമ്മുടെ ഫാമിലിയിൽ ധാരാളം യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് ആണ്. ലാക്സിസ്മാരി, ഹയോസ്യാമസ്മാരി, നമ്മുടെ എന്താ പറയുക നവരസങ്ങളെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡ്രഗാണ് നമ്മൾ. ദേഷ്യം, സങ്കടം, സംശയം, വിദ്വേഷം, എല്ലാ തരം മാനസിക നെഗറ്റിവിറ്റിയും കളയാൻ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ മാറ്റുന്നുണ്ടെങ്കിൽ റിവെഞ്ച്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലവർ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് മറക്കില്ല, ഞാൻ അതിനെ റിവെഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവനെ കാണുമ്പോൾ എനിക്ക് എന്തായാലും റിവെഞ്ച് ചെയ്യണം എന്നുള്ള തോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ പറയും എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാനത് മറക്കില്ല, എനിക്ക് സമയവും സന്ദർഭവും വരുമ്പോൾ ഞാനത് ചെയ്തിരിക്കും, ഞാൻ അല്ലെങ്കിൽ ശപിച്ചിരിക്കും. നമ്മളെ എന്തായാലും ആ ഒരു എന്താ പറയുക അസൂയ മാത്രം. ഹോളി എന്ന് പറയുക സസ്പീഷ്യൻ, സംശയം, എന്തിനും സംശയത്തിന്റെ 100% റെമഡി എന്ന് പറയുക. സസ്പീഷ്യൻ പറഞ്ഞാൽ എന്തൊക്കെ സംശയിക്കുക, സ്വന്തം ഭർത്താക്കന്മാരായാലും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും സ്വന്തം വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ സമ്മതിക്കില്ല. ഇവരുടെ എന്താ പറയുക എല്ലാ മൂവ്മെന്റ്സും ഈ സസ്പീഷ്യൻസിൽ പെടുന്നു. എല്ലാ മൂവ്മെന്റ്സും ഇവരുടെ
ഫോൺ അവരെ സെർച്ച് ചെയ്യും, ഇവരെ എവിടെയൊക്കെ പോയി എന്നുള്ളത് അന്വേഷിക്കും. ഒരു തേർഡായി അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവിനെ മാതിരിയായിരിക്കും ഹോളി പേഷ്യൻസ്. അവർക്ക് ആരുടെ മേലിലാണ് സംശയം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഇവരൊരു കണ്ണുണ്ടായിരിക്കും. എന്നിട്ട് അതിൽ കുറ്റം കണ്ടുപിടിച്ച് വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുന്നവർ ആണ് ഹോളി പേഷ്യൻ്റ്. അപ്പോൾ ഹോളി ഇല്ലാത്ത വീടുകളില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഹോളി ഈസ് എ മസ്റ്റ് റെമഡി ലൈക്ക് ലാക്ടസിസ്. ഇനി ഹോളി ആ സംശയം നമ്മുടെ എന്താ പറയുക മാനസിക ഈ ലക്ഷണങ്ങൾ മാത്രമല്ല, ഹോളി എന്നുള്ളത് ഒരു കേസിൽ മരുന്നുകൾ നമ്മളൊരു കേസ് എടുത്ത് ഒരു 10 ഫ്ലവർ റെമഡി നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ വന്നു. ഏതാ കൊടുക്കേണ്ടത്, ഇത്രയും ഡ്രഗ് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ഒരു വെൽ ഇൻഡിക്കേറ്റഡ് ഡ്രഗിലേക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു ഫ്യൂ വീക്സിൽ ഹോളി കൊടുത്താൽ മതി. ഫ്യൂ വീക്സിൽ ഹോളി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സിംറ്റംസിലേക്ക് ഈ 10 ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് 3, 4, 2, 3 ഡ്രഗിലേക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ മറ്റേ അതേമാതിരി ഈ ഹോളിക്ക് വേറെ പ്രത്യേകതയുണ്ട്. സൾഫർ മാതിരി ഒരു പ്രത്യേകതയുണ്ട്. വെനെവർ ദ ഇൻഡിക്കേറ്റഡ് ഡ്രഗ് ഫെയിൽസ് ഗീവ് എ ഡോസ് ഓഫ് സൾഫർ എന്ന് പറയുന്ന കീനോട്ട് സിംറ്റം പറയുന്ന മരത്തിന് ഹോളിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾ കൊടുത്ത മരുന്നുകളെ ഫലം കാണുന്നില്ല എന്ന് കണ്ടാൽ ആ പീരീഡിൽ ഹോളി ഒരു ഫ്യൂ ഡേയ്സിലേക്ക് കൊടുത്തിട്ട് എഗെയിൻ പഴയ പ്രിസ്ക്രിപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കേസ് വിജയിക്കാൻ സാധിക്കും. സിബ്ലിംഗ് റൈവൽ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 5th എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക് വരുമ്പോഴും വീണ്ടും പറയുന്നത് സിബ്ലിംഗ് റൈവൽ, കുട്ടികളുടെ തമ്മിലുള്ള മൂത്ത കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. മൂത്ത കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടി ഇഷ്ടപ്പെടില്ല, അമ്മ കൂടുതൽ അല്ലെങ്കിൽ അച്ഛൻ കൂടുതൽ ചെറിയ കുട്ടിയെ താലോലിക്കുന്നു, അവരെ ദ്രോഹിക്കുക. അപ്പൊ അതിന്റെ എക്സ്ട്രീം അവർ ടോളറബിറ്റബിൾ അല്ല എന്നുള്ള സ്റ്റേജിൽ നമ്മൾ അടുത്ത് കൊണ്ടുവരാൻ ഡോക്ടർ എങ്ങനെയെങ്കിലും ഈ കുട്ടിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്ത് പറഞ്ഞാലും ഒരു മിനിറ്റ് വെറുതെ ഇരിക്കില്ല. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടിയെ തല്ലും അടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരെ ആ കുട്ടിയുടെ സ്വഭാവത്തിനെ മാറ്റാനായിട്ട് നമുക്ക് ഹോളി കൊടുക്കാം. ഇവര് വളരെയധികം ആക്റ്റീവായ പീപ്പിളാണ് ശരിക്കും ഹോളി കുട്ടികൾ മറ്റേ പേഷ്യൻസൊക്കെ ഊർജ്ജസ്വലതയും ആക്റ്റീവായ പീപ്പിൾ. ഇതിനേമാതിരി ഈ ഇൻഡിക്കേറ്റഡ് ഡ്രഗിന് ആക്ട് ചെയ്യാൻ മറ്റേ സമയത്ത് ഹോളി കൊടുക്കുന്ന മരത്തിന് വേറെ ഡ്രഗ് കൂടെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഹോളി അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൈൽഡ് ഔട്ട്. പക്ഷെ വൈൽഡ് ഔട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ദൗർബല്യമുള്ള മനസ്സുള്ളവരായിരിക്കും. ഈ ആക്റ്റീവ് ആയിരിക്കില്ല. ഇത് ഹോളിയുമായി ആക്റ്റീവായ മാനസിക നിലയുള്ളവരല്ല, നിരാശയുള്ള ക്യാരക്ടറുള്ളവരാണ്. വൈൽഡ് ഔട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇൻഡിക്കേറ്റഡ് ഡ്രഗ്സിലേക്ക് എത്താം. ഇനി കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് പറയാം. നമുക്ക് പലരും ചോദിക്കും, ഡയറക്റ്റായി ചോദിക്കും, ഡോക്ടറെ വാട്സിന് എന്ത് മരുന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ചുറ്റും വരുന്നതിന് എന്ത് കൊടുക്കാം, ഒബേസിറ്റിക്ക് എന്ത് കൊടുക്കാൻ. അപ്പൊ അതിനൊരു പല ഡോക്ടർമാരുടെയും ഫിക്സഡ് പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ നേരത്തെ ഓരോ ക്ലാസ്സിലും ഒരു 5 or 10 പ്രിസ്ക്രിപ്ഷൻസ് പറയാറുണ്ടായിരുന്നു. അതിൽ വാട്സിന് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ പറയുന്നത് വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് ക്രാബ് ആപ്പിൾ പ്ലസ് വാൾനട്ട്. വൈറ്റ് ചെസ്റ്റ്നട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും ഒരു ഈ നമുക്കൊരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ അതിന് ആ തോട്ട്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ്, പെർസിസ്റ്റൻ അൺവാണ്ടഡ് തോട്ട്സ് പെർസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാ പ്രിസ്ക്രിപ്ഷനിലും ബേസിക് ഡ്രഗ് ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് ചെസ്റ്റ്നട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മറക്കാണ്ടിരിക്കുക. ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സ്കിന്നിനൊക്കെ ക്ലീൻ ചെയ്യുന്ന ഡ്രഗാണ് ക്രാബ് ആപ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കാം. വാൾനട്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ചേഞ്ച് നമുക്ക് മാറ്റം വേണം, അല്ലെങ്കിൽ ലിങ്ക് ബ്രേക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ വാൾനട്ടൊക്കെ പ്ലസ് അഡീഷണൽ സിംറ്റംസ് വല്ലതും അവരിന്ന് കിട്ടുകയാണെങ്കിൽ അതും കൂടെ. ഇപ്പോൾ ഈ വാട്സിനെ കുറിച്ച് കൂടുതൽ ഭയമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഓട്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ വല്ല സൂക്കടും വരും എന്നുള്ള ഭയം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് മെമിനേഴ്സ് കൊടുക്കാം. ഇതൊരു ഈ ആദ്യത്തെ 3 ഡ്രഗ് ഫിക്സഡ് പ്രിസ്ക്രിപ്ഷനും പ്ലസ് അഡീഷണൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു പാനിക് ആണെന്ന് പറഞ്ഞാൽ റോക്രോസ് കൊടുക്കാം. ഫിയർ മാത്രമാണെങ്കിൽ മിംലസ് കൊടുക്കാം. വളരെയധികം അസ്വസ്ഥത അനുഭവിക്കുന്നവരും റെസ്റ്റ്ലെസ്സും ആണ്, ദേഷ്യം കൂടുതലൊക്കെയാണ് ഇംപേഷ്യൻ്റ് കൊടുക്കാം. ഇനി ഡാർക്ക് സർക്കിൾസ്, നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന ഡാർക്ക് സർക്കിൾസ് ഇല്ലേ, നമ്മൾ ധാരാളം നമ്മൾ ആഴ്സനിക് ആൽബ്, തൂജ, സെപ്പിയ അങ്ങനത്തെ ഡ്രഗ്സ് ഒക്കെ കൊടുക്കുന്ന കേസുകളിൽ നമ്മൾ ബാഷർ റെമഡീസ് എന്താ കൊടുക്കാന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇത് സാധാരണ കാണുന്ന ഗേൾസിൽ മിഡിൽ ഏജ്ഡ് പീപ്പിളാണ് വരുന്നത്. അതിന് മെയിൻ ഡ്രഗ് വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ. ഈ വൈറ്റ് ചെസ്റ്റ്നട്ടും വാൾനട്ട്, ക്രാബ് ആപ്പിളും വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രിസ്ക്രിപ്ഷൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഡ്രഗിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ചോദിക്കും ഡയറക്റ്റ് ആയിട്ട് അല്ലേ,
ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇമ്പോർട്ടൻസിങ് എന്താ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പറയുന്നത് അവിടെ നമ്മളൊക്കെ ചില പല കാരണം അതിലിപ്പോൾ എന്താ വെച്ചാൽ ഇമ്പോർട്ടൻസിൽ സ്പേം കൗണ്ട് കുറവ്, അല്ലെങ്കിൽ രണ്ടുപേര് ഹെൽത്തിയാണ്, സ്ത്രീയും പുരുഷനും ഹെൽത്തിയാണ്, പക്ഷെ വർക്കൗട്ട് ആവണില്ല. അപ്പൊ ആ വർക്കൗട്ട് ആവാത്ത അല്ലെങ്കിൽ ആ പ്രഗ്നന്റ് ആവുന്നില്ല എന്ന് രണ്ടുപേർക്ക് ഒരു പ്രശ്നമില്ല. അപ്പൊ മാനസികമാണ് പ്രശ്നങ്ങൾ. അത് പുരുഷത്വമില്ലായ്മ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അപ്പൊ ആ തോട്ട്സ് മനസ്സിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വർക്കൗട്ട് നടക്കില്ല. അപ്പൊ അവിടെ വൈസ് ടെസ്റ്റ് ഇട്ട് വന്നു. പിന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത് ശരിയാവോ എല്ലാവർക്കും ഡ്രഗ് വന്നു. പിന്നെ മിമിലസ് ഫിയർ, ഇത് ശരിയാവില്ല, എന്താവും നമ്മുടെ ജീവിതം. അപ്പൊ ഹെൽത്തി സ്പേമുണ്ട്, ഹെൽത്തി വുമണാണ്, പക്ഷെ അവര് കൺസ്യൂം ആവുന്നില്ല എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഡ്രഗ്സ് ആണ് വൈറ്റ് ചെസ്റ്റ്നട്ട്, ലാർക്ക്, മിമിലസ് പ്ലസ് ഇൻഡിക്കേറ്റഡ് അതർ ഡ്രഗ്. അതർ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് ആ വ്യക്തികളിൽ പക്ഷെ ഭയങ്കര ഇറിറ്റേറ്റഡ് ക്യാരക്ടറാണ്, വളരെയധികം ദേഷ്യ സ്വഭാവമുള്ളവരാണ്, ഇംപേഷ്യൻസ് ആണ്, എല്ലാ കാര്യത്തിലും മുൻചൂണ്ടി ഉള്ളവരാണെന്ന് പറഞ്ഞാൽ പ്ലസ് ഇൻഡിക്കേറ്റഡ് ഡ്രഗ് ലൈക്ക് ഇംപേഷ്യൻ്റ് കൊടുക്കാം. ഇനി ഹൈ ബ്ലഡ് പ്രഷർ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. പക്ഷെ ആ കാരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട. ഫിസിക്കൽ സിംറ്റംസ് ഉണ്ട്, മെന്റൽ സിംറ്റംസ് ഉണ്ട്, അതിന് ഒരു ഫിക്സഡ് പ്രിസ്ക്രിപ്ഷൻ ആണുള്ളത്. വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, മിമിലസ്, ഇതൊക്കെ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ എന്ത് ഇൻഡിക്കേറ്റഡ് ഡ്രഗ് കൊടുത്തോളൂ അതിനോട് കൂടിയിട്ട് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുക. TDs ആയിട്ട് കൊടുക്കുക. വൈറ്റ് ചെസ്റ്റ്നട്ട് പ്ലസ് വാൾനട്ട് പ്ലസ് മിമിലസ്. നെക്സ്റ്റ് ഈസ് ഒബേസിറ്റി. ഒബേസിറ്റിയിൽ എന്താ വരുന്നത്? അവിടെയും നമുക്ക് നമ്മുടെ ഈ തടി എങ്ങനെ ചുരുക്കാൻ പറ്റുന്നുള്ള വേവലാതി, ഫിക്സഡ് ആയിട്ടുള്ള തോട്ട്സ് നമുക്കുണ്ടാവും. അവിടെയും വരുന്ന ഇതന്നെ വരുന്നത് സെയിം ഡ്രഗ് തന്നെ വരുന്നത്. വൈറ്റ് ചെസ്റ്റ്നട്ട്, വാൾനട്ട്, ക്രാബ് ആപ്പിൾ പ്ലസ് ഇതിനെക്കുറിച്ചുള്ള ഭയം. ഈ ഒബേസിറ്റി കാരണം എനിക്ക് വേറെ എന്തെങ്കിലും സുഖം വരുമോ, നമ്മുടെ BMI കൂടില്ലേ, നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലേ, ഡയബറ്റീസ് വരില്ലേ, തടി കുറയ്ക്കാൻ എന്ന വിചാരം മനസ്സിലായി, ജീവിതശൈലി മാറ്റം വരുത്തണോ, തടി വീണ്ടും കൂടുമെന്ന ഭയമൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് മിമിലസും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് വരുന്നത് 48ാമത്തെ കേസാണ് ഞാൻ പ്രിസ്ക്രിപ്ഷൻ പറയുന്നത്. വാശിതാകൾ, നമ്മൾ ഓട്ടിസം കേസുകൾ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികളൊക്കെ, സ്വഭാവ വൈകല്യമുള്ള കുട്ടികളൊക്കെ നമുക്ക് എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുക? അത് വളരെയധികം യൂസ്ഫുൾ ആയ പ്രിസ്ക്രിപ്ഷനാണ്. അതിന് മെയിനായിട്ട് വരുന്നത് വാശി, ദുർവാശി, ശാഠ്യം, സ്റ്റബൺ ക്യാരക്ടർ, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പ്രിസ്ക്രിപ്ഷൻസ് ആണ് വൈൻ, വില്ലോ, ചിക്കറി. സ്വഭാവ ദൂഷ്യമുള്ള കുട്ടികൾ, സ്വഭാവ വൈകല്യമുള്ള കുട്ടികൾ, വാശി കൂടുതലുള്ള, ദുർവാശി കൂടുതലുള്ള കുട്ടികൾ, പറഞ്ഞാൽ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികൾ, പറഞ്ഞ കാര്യങ്ങൾ നേടുന്നവരെയും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ആന്റി സോഷ്യലായ ക്യാരക്ടറുള്ള കുട്ടികൾ. രഞ്ജിത 3 വയസ്സായ കുട്ടി, ഞാൻ ചികിത്സിച്ചത് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കേസാണിത്. ബാഷോ റെമഡീസിലാണ് മാറി കിട്ടിയത്. ഹോമിയോപ്പതി, അലോപ്പതി തോറ്റ കേസാണ്. ഒബ്സ്റ്റിനേറ്റ്, ദുർവാശിയുള്ള കുട്ടി. ഒബ്ഡ്യൂറേറ്റ്, ശാഠ്യമുള്ള കുട്ടി. എക്സ്ട്രോങ്, ദുർവാശി, പിടിവാശി, താന്തോന്നി. അൺപ്രഡിക്റ്റബിൾ, പ്രവചനാതീതമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്വഭാവം. വിനാശകരമായ പ്രവൃത്തി ചെയ്യുന്ന സ്വഭാവം. ഒരു വിട്ടുവീഴ്ചയുമില്ല, അൺകോംപ്രമൈസിങ് ക്യാരക്ടർ, വിട്ടുവീഴ്ചയില്ലാത്ത കുട്ടി. പ്രതികരണശേഷിയില്ലാതെ എന്ത് പ്രലോഭിച്ചാലും ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരുത്താത്ത പ്രകൃതമുള്ള കുട്ടി. ഇങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇങ്ങനെ സ്വഭാവ രീതി കുട്ടിയിൽ വന്നത് എന്നതിന് ഒരു കാരണവും നമ്മൾ അന്വേഷിച്ചത് മനസ്സിലാക്കുന്നത്. നല്ല ചൂടുള്ള ഒരു ദിവസം, റൂം ടെമ്പറേച്ചർ 42 ഡിഗ്രി, റൂമിലെ താപനില, കുട്ടി ഒരു ജീൻസ് ധരിക്കണം, ഒരു പ്രത്യേക നിറമുള്ളത്, അവൻ തന്നെ വാങ്ങിയത്. ഏട്ടന്റെ ഷൂസ് ധരിക്കാൻ ഇഷ്ടം, ലൂസായിരുന്നു, എന്നാലും അവൻ അതന്നെ മതി. ഇതെല്ലാം അവൻ പറഞ്ഞ മാതിരി അമ്മ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ വിവരങ്ങൾ തല്ലിപ്പൊട്ടിക്കും. അമ്മയുടെ തലമുടി മുഖം മാന്തും. ഉണരുമ്പോൾ അമ്മ അടുത്തുണ്ടായിരിക്കണം. അവൻ പറഞ്ഞത് കേൾക്കാൻ അമ്മ തയ്യാറായിരിക്കും. ഒരു പ്രാവശ്യം ഇതെല്ലാം ചെയ്തു കൊടുത്താൽ അടുത്ത പ്രാവശ്യം വേറൊന്ന് ചെയ്യാൻ പറയും. മകൻ പറഞ്ഞതുപോലെ ചെയ്യാൻ അമ്മ എപ്പോഴും സന്നദ്ധനായിരിക്കണം. എന്ത് ചെയ്താലും ആ കുട്ടിക്ക് തൃപ്തി ഉണ്ടാവില്ല. വലിയ വായിൽ ഒച്ചയിട്ട് നിലവിളിക്കും. ഇങ്ങനെയൊരു സ്വഭാവമുള്ള കുട്ടിയാണ് ചികിത്സയ്ക്ക് വന്നത്. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തത് ഈ കുട്ടിയുടെ സ്വഭാവ രീതിച്ച് വൈൻ, വില്ലോ ആൻഡ് ചിക്കറി. ഈ വൈൻ എന്നുള്ള പ്രിസ്ക്രിപ്ഷന്റെ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ, എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞതിനെ കേൾക്കണം അമ്മ എന്നുള്ളത്. വില്ലോ, എന്ത് ചെയ്താലും തൃപ്തിപ്പെടാത്തുള്ള ക്യാരക്ടറുള്ള ആണ് വില്ലോ.
ചിക്കറി, അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. പൊസസീവ്നെസ് കൂടുതലുള്ള ക്യാരക്ടറുകളാണ് വില്ലോ പ്രിസ്ക്രൈബ്. വില്ലോന്റെ വേറെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ ഈ 3 സ്വഭാവം കൂടെ എഴുതി വെച്ചോളൂ. പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. പാസീവ് അഗ്രസീവ് പേഴ്സൺ, നമ്മുടെ സ്വഭാവത്തിൽ വളരെയധികം കോപപ്രകൃതി പ്രകടിപ്പിക്കുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. സാമൂഹ്യ മര്യാദകൾക്കൊക്കെ വിപരീതമായി പ്രവർത്തിക്കുന്ന കുട്ടികൾ. ഡിസപ്റ്ററി ബിഹേവ് ഡിസോർഡർ, നശീകരണ പ്രവണതകൾ. ഇപ്പോൾ സ്വഭാവത്തിലായി ശാരീരികമായ പ്രശ്നങ്ങളായി മാനസികമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുന്ന കുട്ടികളെ നമുക്ക് ഓട്ടിസം കേസിൽ നമുക്ക് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയിൽ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ പോയും കുട്ടികളിൽ ഇത്തരം സ്വഭാവമുള്ള കുട്ടികളെ നമ്മൾ ക്ലിനിക്കിലെല്ലാം കൊണ്ടപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലിനിക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിസ്ക്രിപ്ഷനാണ് വൈൻ, ചിക്കറി ആൻഡ് വില്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനിയൊരു ക്വസ്റ്റ്യൻ എയർമാർ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഒരു കൊല്ലത്തിന് മേലെയായിട്ട് ബാച്ചുലർ മെഡിസിൻ്റെ ഉള്ളിൽ കിടന്ന് നിങ്ങളെല്ലാവരും കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ബാക്കിയുള്ളവർക്കും പ്രയോജനപ്രദമായിരിക്കും. നമ്മുടെ ക്ലാസ് കേട്ട് അതിനനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വേദിയാണ് ഇനി നെക്സ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഉള്ളത്. ഓക്കെ സാറ്, എൻ്റെ ക്ലാസ് ക്ലാസിന്റെ സമയം സാറ് ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടെ സംശയങ്ങളും സാറിനോട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം. കൂടാതെ ഏതെങ്കിലും കേസുകൾ ബാഷ് ഫ്ലവർ റെമഡി കൊണ്ട് സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. അതിനുള്ള സമയമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം. അപ്പോഴേക്കും വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. 23-ാം തീയതിയും 24-ാം തീയതി 2 ദിവസവും വിശേഷാൽ പ്രോഗ്രാമാണ്. ഒന്ന് പഞ്ചായത്തി രാജ് ദിനവും ഒന്ന് ലോക പുസ്തക ദിനവും. 2 ദിവസവും സ്പെഷ്യൽ പ്രോഗ്രാമാണ്. 2 ദിവസവും ഓരോ IAS ഉദ്യോഗസ്ഥരെ ആണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. പ്രോഗ്രാമിൽ നല്ല ആൾ സാന്നിധ്യം ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പങ്കെടുത്ത് ആ പ്രോഗ്രാമുകൾ വിജയിപ്പിക്കണം എന്നുകൂടി അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്ടർ ഷീല ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഷീല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. ഞാൻ ഈ പറഞ്ഞതിലൊരു സംശയം ചോദിക്കാനാണ്. ഇമ്പോർട്ടൻസ് വൈറ്റ് ചെസ്റ്റ്നട്ടും പിന്നെ വേറെ ഏത് മെഡിസിനും കൂടെ പറഞ്ഞത് ഡോക്ടർ? വൈറ്റ് ചെസ്റ്റ്നട്ട് നമ്മുടെ വൈറ്റ് ചെസ്റ്റ്നട്ട് മിമുലസ് ലാർക്ക്, LAR മിമുലസ് പ്ലസ് ഇനി ഇൻഡിക്കേറ്റഡ് മെന്റൽ ക്യാരക്ടറുള്ള സിംറ്റംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ ഡോക്ടറെ. ഇതെല്ലാം പൊട്ടൻസി വരുന്നത് എങ്ങനെയാണ്? പൊട്ടൻസി നമ്മൾ TDS മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. TDS ആയിട്ട് 4 പിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ 2 ഡ്രോപ്സ് വെച്ചിട്ട് TDS ആയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ പറയാം. 30 തന്നെയാണോ എല്ലാം കൊടുക്കാറ്? നമുക്ക് 30 എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിൽ എന്തിനാ 30 എന്ന് എഴുതുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരത്തെയൊക്കെ ടീച്ചർ തന്നെ ഒരു ഇതില്ലാണ്ടായി വന്നിരുന്നത്. ഇപ്പൊക്കെ 30 എന്ന് പറഞ്ഞാൽ വരുന്നത്. 6 എന്നൊക്കെ പറയുന്നുണ്ട്. TDS ആയിട്ട്. താങ്ക് യു. ഓക്കെ ഷീല ഡോക്ടറെ. ഇനി ഈ ബാഷ് ഫ്ലവർ റെമഡി നന്നായി ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സ് നമ്മളെ കൂടെ ഒത്തിരി പേരുണ്ട്. അവർക്ക് അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഡോക്ടർമാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ഭദ്രൻ ഡോക്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ.
മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടർ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തതാണോ അതെ നേരത്തെ ചെയ്തിരുന്നതാണോ? മറിയാമ്മ ഡോക്ടർക്ക് ചോദിക്കാം, പിന്നെ ഷീല ഡോക്ടറിലേക്ക് വരാം. സാറേ, ഒരു വീട്ടില് 2 പിള്ളേരാണ്. മൂത്തതും ഇളയതും ആൺപിള്ളേരാണ്. ഒരാള് +2, ഒരാള് 9ാം ക്ലാസ്. അങ്ങനെ +1ഉം 9ാം ക്ലാസ്. അതില് ഇളയ കുട്ടി ഭയങ്കര വയലന്റ് ആണ്, ഭയങ്കര ദേഷ്യവും പഠിക്കാൻ താല്പര്യമില്ല, പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അത് പക്ഷെ ഞാൻ ക്ലിമാറ്റിസും ഇംപേഷ്യൻസും കൂടെ കൊടുത്തു. ആ കുട്ടിക്ക് നല്ല മാറ്റമുണ്ട്, പഠിക്കാനുള്ള താല്പര്യമൊക്കെ ആയി, ദേഷ്യമൊക്കെ കുറഞ്ഞു, അങ്ങനെ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഈ +1ന് പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ ഒരു താല്പര്യമില്ല, പഠിക്കാനും താല്പര്യമില്ല, സ്കൂളിൽ പോകാനും താല്പര്യമില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. അത് ഞാൻ ഇതുപോലെ ക്ലമാറ്റിസും വേറെ എന്തോ കൂടെ ഞാനിപ്പോൾ ഓർക്കുന്നില്ല സാറേ, പക്ഷെ അതൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല. പഠിക്കാൻ താല്പര്യം വരാനായിട്ട് നമുക്ക് എന്ത് കൊടുക്കണം? അല്ലെ, നമുക്ക് റീഡിങ് അവേർഷൻ പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഒരു റീഡിങ് അവേർഷൻ്റെ ഹോൺ ബീമും വൈൽഡ് ഔട്ടും കൊടുത്തു നോക്കും. ഹോൺ ബീം പ്ലസ് വൈൽഡ് ഔട്ട് TDS ആയിട്ട് കഴിക്കും. സ്കൂളിൽ പോകാനും താല്പര്യമില്ല, അത്രയ്ക്ക് മടിയാണ്. അപ്പൊ ആ മടിക്ക് ആ വൈൽഡ് ഔട്ടിന്റെ കൂടിയിട്ട് ക്ലിമാറ്റിസും കൂടെ ആഡ് ചെയ്തു ക്ലിമാറ്റിസ് ഞാൻ കൊടുത്തിരുന്നു, അല്ല, പക്ഷെ ഇത് plus കൊടുക്കും. ഹോൺമീനും വൈൽഡ് ഔട്ടും ക്ലിമാറ്റിസും കൂടെ. അതെ. ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുകയാണോ അതെ നേരത്തെ ചെയ്തതാണോ? ഡോക്ടർ പിന്നെ ഡോക്ടറെ, ഞാൻ നേരത്തെ ചോദിച്ച സംശയമേ ഉള്ളായിരുന്നു ഡോക്ടറെ. ഉള്ളായിരുന്നു. ഓക്കെ, താങ്ക് യു. എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട് സാറേ. ഒറ്റ മകനാണ്, അച്ഛനും അമ്മയും ജോലിക്കാരാണ്. കേക്കാവോ? കേൾക്കാം. അച്ഛനും അമ്മയും ജോലിക്കാരാണ്. നല്ല നമ്മുടെയൊക്കെ മുമ്പിൽ വന്ന വളരെ പാവത്താൻ ആണ് കണ്ടാല്, വളരെ സൗമ്യമായിട്ട് നമ്മളോട് ഇടപെടുന്നത്. ചെറുപ്പം മുതൽ എൻ്റെ പേഷ്യൻ്റാണ് ഈ കുട്ടി. പക്ഷേ ഈ ഒരു വർഷമായിട്ട് വളരെ പ്രശ്നമാണ് വീട്ടില്. ഭയങ്കര വയലന്റ് ആണ്, ഒച്ചത്തിൽ കിടന്ന് ബഹളം വെക്കും. ഈ അമ്മയാണെങ്കിലും ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. അച്ഛന് അത്രയും പ്രശ്നമില്ലെന്ന് തോന്നുന്നു, അമ്മ ഇച്ചിരി ഓവറായിട്ട് ഇടപെടുന്ന ഒരു സ്വഭാവമാണ്. ഈ മീനെ വളർത്താണ് ഇപ്പം പുള്ളിയുടെ ബിസിനസ്. കുഴി കുത്തി എത്ര വേണേലും കഷ്ടപ്പെട്ട് കുഴി കുത്തി വെള്ളം ഒഴിച്ച് അതിൽ മീനെ വളർത്തുക, അതൊക്കെ ചെയ്യും. പക്ഷെ പുസ്തകം കൈകൊണ്ട് തുടയ്ക്കുന്നില്ല, വളരെ മോശമായി പഠിത്തത്തിലല്ല. അങ്ങനെ ഒരു കുട്ടി ഭയങ്കര വയലന്റും കൂടാണ് വീട്ടില്. എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച വെക്കും. അവർക്ക് ഇത് വൈൻ പ്ലസ് വില്ലോ കൊടുക്കുക പ്ലസ് ഇംപേഷ്യന്റ്. വൈൻ, വില്ലോ ആൻഡ് ഇംപേഷ്യന്റ്. അത് TDS കൊടുത്ത് വാഷ് ഔട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് സിംറ്റംസ് നോക്കിയിട്ട് പിന്നെ നമുക്ക് അവേർഷൻ ടു റീഡിങ് അവേർഷൻ അതിലേക്ക് നമുക്ക് എത്താം. അവിടേക്ക് വരുമ്പോൾ ഹോൺ ബീം, സിറാറ്റോ ഉള്ള മരുന്നുകളൊക്കെ വരും. അവേഷന്റെ റീഡിങ്ങിനാണ് ഹോൺ ബീം അല്ലേ? അതെ. സെറാറ്റോയും. പക്ഷെ ക്ലിമാറ്റിസ് കൂടുതലും പഠനത്തിന് വേണ്ടി. ആബ്സെന്റ് മൈൻഡ്നെസ് ആണ് ശരിക്കും വരുന്നത് ക്ലിമാറ്റിസ്. അതെ. എപ്പോഴും അവരേതോ ഒരു എന്താ പറയുക സ്വപ്നലോക ജീവിയാണ് ക്ലിമാറ്റിസ് ശരിക്കും പറഞ്ഞാൽ. ക്ലാസ്സിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വേറെ, ടീച്ചർ ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ആൻസർ പറയുന്ന കുട്ടികളാണ് ക്ലിമാറ്റിസ്. അവർ ആ ലോകത്തിലേ അല്ല, ലീവ് ഇൻ ദ പാസ്റ്റ്. ഫ്യൂച്ചറും കൂടെ അല്ല, പാസ്റ്റിൽ ജീവിക്കുന്നവരാണ്. പഠിക്കുന്ന സമയത്ത് ഈ വേറെ കാര്യങ്ങളിലെ കളിയിലും വണ്ടിയുടെ കാര്യത്തിലും ഒക്കെ ശ്രദ്ധ, അങ്ങനെ പറയുന്നവർക്കും ഇത് കൊടുക്കാം. വൈൽഡ് ഔട്ട്. അത് വൈൽഡ് ഔട്ടാണ്. വൈൽഡ് ഔട്ട് കാരണം വേറെ എന്തെങ്കിലും കാലം വെച്ച് സമയം കളയാം പഠിക്കുന്ന നേരത്ത്. ഇപ്പൊ ഞാനിത് കൊടുത്തിട്ട് പറയാം സാറേ.
ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലെങ്കിലും ഇടാം. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴേക്ക് ഓൺ ദ സ്പോട്ടിൽ റെസ്ക്യൂ റെമഡി വെള്ളത്തെ കലക്കി ഫ്രീക്വന്റ് ഡോസസ് കൊടുത്തു കഴിഞ്ഞാൽ ടിൽ യു റീച്ച് ദ ഹോസ്പിറ്റൽ ആ പേഷ്യന്റിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് റീസെന്റ് ആയിട്ട് റെസ്ക്യൂ റെമഡി ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. റെസ്ക്യൂ റെമഡി വെള്ളത്തെ കലക്കുക, ഫ്രീക്വന്റ് ആയിട്ട് സിപ്പ് ചെയ്യാൻ പറയുക. പിന്നെ എത്ര ഡ്രോപ്പ് വീതം? ഒരു ഗ്ലാസ്സിൽ ഒരു 10 തുള്ളിയൊക്കെ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അവര്. അങ്ങനെ ഇടയ്ക്ക് കാറിൽ കൊണ്ടുപോവുക, നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. നമുക്ക് എൻ്റെ വീട്ടിൽ നടന്ന അനുഭവം ഞാൻ പറയുന്നത്. എൻ്റെ മദറിന് 2 മാസം മുമ്പ് ഇതേമാതിരി ഒരു 11 മണിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG, ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ECG എടുത്ത സമയത്ത് ഹാർട്ട് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പറഞ്ഞവർ ഇവിടെ നേരെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരവിടെ ICUവിൽ കിടത്തി. അവർ പറഞ്ഞു പിറ്റേ ദിവസമാകുമ്പോഴേക്കും തന്നെ അവിടുന്ന് റിക്കവർ ചെയ്യാൻ ശരിക്കും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാരണം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 5 ഡ്രഗ്സ്. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ സേവ് ചെയ്തിരിക്കും. കാരണം ആകെ ഒരു പാനിക് സിറ്റുവേഷൻ ആ സമയത്ത് വരുന്നത്. അപ്പോൾ അവർക്കൊരു മെന്റൽ കാംനെസ് ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റും. അവര് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ കൂടി ചുണ്ടിലിങ്ങനെ നനച്ചു കൊടുത്താലും മതി നമുക്ക്. പിന്നെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പല ഡോക്ടേഴ്സും പറഞ്ഞു ഡ്രഗ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പിറ്റ്യൂട്ടറി 6 എന്നുള്ള ഡ്രഗ് കൊടുക്കാം, ആഴ്സനിക് ആൽബ് കൊടുക്കാം, മക്കണൈറ്റ് കൊടുക്കാം, ആർണിക്ക് കൊടുക്കാം എന്നൊക്കെ പറയാം. അതും സഹായിച്ചാൽ കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇത് കൊടുക്കാൻ പറ്റണം, അത്രയായിരുന്നു. ഒരു സംശയം കൂടെ ചോദിക്കട്ടെ സാറേ? പിന്നെ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വരുന്നതാണ്. ഇച്ചിരി പ്രായമുണ്ട്, അവർ ചിരിക്കത്തില്ല. മക്കളൊക്കെ ഭയങ്കര സ്നേഹമാണ്. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും, ഒരാഗ്രഹവും സാധിപ്പിക്കാതിരിക്കത്തില്ല. അതുപോലത്തെ മക്കളാണ്. പക്ഷെ അമ്മ ഒരിക്കലും ചിരിക്കത്തില്ല. കാലില് ഭയങ്കരമായ ചൊറിച്ചിലും റെഡ്നെസ്സും അതിൻ്റെ കൂടെ ഇങ്ങനെ പ്രാണികൾ നടക്കുന്ന പോലുള്ളൊരു തോന്നലുമാണ് ആ കാലിന്. പിന്നെ അവസാനം ഞാൻ ചോദിച്ചു വന്നപ്പം ശരിക്കും അവരുടെ ഹസ്ബൻഡ് ഇവരും കൂടെ മകനെ യാത്ര ചെയ്യിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി തിരിച്ചു വരുന്ന വഴി വണ്ടി ആക്സിഡൻ്റായി. ആ ആക്സിഡൻറ്റിൽ ഹസ്ബൻഡ് മരിച്ചുപോയി. പുള്ളിക്കാരിക്ക് നല്ല പരിക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ രക്ഷപ്പെട്ടു. ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ആളിങ്ങനെ ഒരിച്ചിരി മൗനമായി ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് അവർ സൈക്കാട്രിക് മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ആൾ അതിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പം ഞാനിപ്പോൾ റെസ്ക്യൂ റെമഡി കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും കൊടുക്കണോ? റെസ്ക്യൂ റെമഡി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. റെസ്ക്യൂ റെമഡി എത്ര ദിവസമായി കൊടുക്കണം? ഇപ്പൊ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് റെസ്ക്യൂ റെമഡി ഒരു മാസമായിട്ടുണ്ട്. 1 മാസമായി. കൊടുത്തിട്ട് എങ്ങനെയാ റെസ്പോൺസ്? എങ്ങനെയാ? അത് ഇമ്പ്രൂവ്മെന്റ് ആള് വരുമ്പോ ചിരിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ കാര്യം ചെയ്യാൻ ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തേക്ക് കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം ഇൻഡിക്കേറ്റഡ് ഡ്രഗ് ആണ്. വേണമെങ്കിൽ ശരിക്കും കൊടുക്കേണ്ടിയിരുന്ന റെസ്ക്യൂ റെമഡിനെക്കാട്ടിലും നമുക്ക് പ്രിസ്ക്രൈബിന് സ്റ്റാറോപെഥിലം മാത്രം മതിയായിരുന്നു, ഷോക്ക് എന്നുള്ള കാര്യത്തിൽ. അത് മാത്രം. അതെ. പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു സിംറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഇംപേഷ്യന്റ് വരുന്നുണ്ട്, ക്രാബ് ആപ്പിളും വരുന്നുണ്ട്. സ്കിന്നിന്റെയും കൂടെ വെച്ചല്ലേ? അതെ അതെ അതെ. അത് വേണേ ആഡ് ചെയ്ത് കൊടുക്കാം. തീർന്ന മറിയാമ്മ ഡോക്ടറെ സംശയം? ഇനി ഓർത്തെടുക്കുമ്പോഴേക്ക് നമുക്ക് ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഭദ്രൻ ഡോക്ടറിലേക്ക് പോവാം. ഭദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ ബെഗ് ഫ്ലവർ മെഡിസിൻസ് അധികം ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഇടയ്ക്ക് ഞാനൊന്ന് നോക്കി. ഈ ചില ബുദ്ധിമുട്ടുള്ള കേസിൽ അങ്ങനെ ഒരു നല്ലൊരു സോറിയാസിസ് കേസ്, ദേഹത്ത് ഒരു പെൻസിൽ തൊടാൻ പോലും സ്ഥലമില്ല, അത്രയും കംപ്ലീറ്റ് സോറിയാസിസ്, സ്കാൽപ്പ് ഉൾപ്പെടെ സർവത്ര. അപ്പൊ അതിന് ഞാൻ റെസ്റ്റോക്സ് 50 മില്ലിസ്മില് കൊടുത്തു. അതിൽ കുറച്ച് കുറവ് വന്നിട്ട് പിന്നെ വന്നില്ല. ഞാൻ പിന്നെ ആയാലും ഈ ക്രാബ് ആപ്പിൾ കുറച്ച് കൊടുത്തു. അപ്പൊ കുറച്ചുകൂടെ നല്ല മാറ്റം കിട്ടി. ഏകദേശം കംപ്ലീറ്റ് അങ്ങ് കരിഞ്ഞതുപോലെ ആയി. പിന്നെ ആളിനെ കാണാനില്ല. പിന്നെ കൂടിയെന്ന് വേറെ ആള് പറഞ്ഞു, പിന്നെ മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല, ഇനി അടുത്ത് എന്ത് കൊടുക്കുന്നതാണ് നല്ലത്? ഈ സോറിയാസിസ് ഒക്കെ വരുന്നവർ എന്താ വെച്ചാല് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അവർക്ക് ഇംപേഷ്യന്റ് കൂടെ കൊടുക്കണം.
ഉം. ഈ ഇംപേഷ്യന്റ് കൊടുക്കണം, അഗ്രിമണിയും കൊടുക്കണം, ആ. പ്ലസ് ക്രാബ് ആപ്പിളും മതി. ഉം. ഇത് TDS ആയിട്ട് കഴിക്കട്ടെ, നല്ല വ്യത്യാസം വരും. ക്രാബ് ആപ്പിൾ എക്സ്റ്റേണൽ വരെ ചെയ്യാം. ഉം. ഇത് മൂന്നും കൂടെ ഗ്ലോബ്യൂൾസിൽ മിക്സ് ചെയ്താണോ കൊടുക്കേണ്ടത്? ക്രാബ് ആപ്പിളും അഗ്രമണിയും ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റ് നമ്മൾ ചില ചെടികളൊക്കെ മണ്ണ് വളരുന്നില്ലേ, ആ ചെടികളെ കറക്റ്റായിട്ട് വളരാനായിട്ട് ഇംപേഷ്യന്റ് കൊടുക്കണം. നമ്മളെ ചെടികളൊക്കെ നടുന്ന സമയത്ത് കുറച്ച് ടാറോ, ബെത്തലമോ, റെസ്ക്യൂറോമിഡിയോ 1-2 ഡ്രോപ്പ് ഇട്ട ശേഷം ചെടികൾ വെച്ച് നോക്കും, നല്ല ചേഞ്ചസ് വരും. എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഷോക്ക് ആ ചെടികൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, ആ ചെടി കരിഞ്ഞു പോകും. അപ്പം അതിനെ ഓവർകം ചെയ്യാനായിട്ട് റെസ്ക്യൂറോമിഡിയോ സ്റ്റാറോ, ബെത്തലമോ ആഡ് ചെയ്ത് വെള്ളത്തിൽ അലിയിച്ച് കൊടുത്ത് നട്ട് കഴിഞ്ഞ് നന്നായിരിക്കും. അപ്പൊ അത് നോക്കാം. ചെടികള് നടുമ്പോ നല്ലപോലെ പൂവ് പിടിക്കാനോ അതിന് ബാഷ് ഫ്ലവർ റെമഡി ഏതെങ്കിലും ഉപയോഗിക്കാമോ? പൂവ്, അതിന് കായ്, പച്ചക്കറിക്ക് കായും ഒക്കെ പിടിക്കും. അതിന് നമുക്ക് അവരുടെ ആ ഒരു എന്താ പറയുക സ്ട്രെങ്തനിങ് കുറവായിട്ടായിരിക്കും. ഹോൺബീൻ ട്രൈ ചെയ്യാം. ഹോൺബീൻ നമ്മൾ ആ ഒരു ക്ലാസ് എടുത്തിരുന്ന അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ റിവൈവ് ചെയ്ത് തരാം. ഈ പ്ലാന്റ്സിന് എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ളതിന്റെ അടുത്ത പ്രാവശ്യം ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അത് നേരത്തെ എടുത്തിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. അത് വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അടുത്ത സമയത്തൊന്നും അല്ല. അല്ല അല്ല എല്ലാരും മറന്നുപോയി കാണുന്നത്. അതൊന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ വളരെ ഉപകാരമായിരുന്നു. പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ളത് പറഞ്ഞു, അനിമൽസിനെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാന്നുള്ളത് പറഞ്ഞു, അനിമൽസിലും പ്ലാന്റ്സും പറഞ്ഞുതരാം. ഒന്നും കൂടെ റിവൈവ് ചെയ്ത് തരാം. ഓക്കെ സാർ. അടുത്തത് അജിനി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, നമ്മൾ ഈ 30 എന്ന് പറഞ്ഞ് കിട്ടുന്ന അത് മെഡിക്കേറ്റ് ചെയ്തിട്ടല്ലേ, ഗ്ലോബ്യൂൾസിൽ മെഡിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കുമല്ലേ? അതെ, ഞാൻ അങ്ങനെ ചെയ്യാറ്. ഓക്കെ. അല്ല, ഒരിക്കലും ഈ ടിഞ്ചർ ഉണ്ട് എനിക്ക് എന്തോ ഒരു സാങ്കേതികമായ തടസ്സം ഉണ്ട് തോന്നുന്നു. അവർക്ക് പൊട്ടൻസി എഴുതാത്തത് കൊണ്ട് അവർക്ക് മാനുഫാക്ചറിംഗ് എന്തെങ്കിലും ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും. അല്ല, അപ്പൊ അത് നമ്മുടെ പൊട്ടൻറ്റൈസ്ഡ് മെഡിസിൻ പോലെ അല്ലേ ഇരിക്കുന്നത് അല്ലേ കാണുമ്പോ? പൊട്ടൻസൈസ്ഡ് അല്ല എന്നാ എന്റെ അഭിപ്രായം. ഒന്ന് അന്വേഷിച്ച് അവരുടെ മാനുഫാക്ചറിംഗ് ചോദിക്കണം. 30 പറയുന്നത് മദർ ടിഞ്ചർ തന്നെയാണോ അല്ല 30 പൊട്ടൻസി ആണോ എന്നുള്ള കാര്യം. അവര് പറയുന്ന മദർ ടിഞ്ചർ ആകുമ്പോ 1300 അങ്ങനെയൊക്കെ വരും ഒരു ഔൺസിന്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ മെഡിക്കൽ ഷോപ്പുകാരാണ് പറയുന്നത്, മാനുഫാക്ചേഴ്സ് അല്ല, നമ്മളിപ്പോ ഈ 30 വരുന്നതിന് മുമ്പ് ടിഞ്ചർ ആയിട്ട് തന്നെ വന്നിരുന്നത്, ലിക്വിഡ് ആയിട്ട് തന്നെ കിട്ടിയത് നമുക്ക്. അന്ന് അത്രയൊന്നും വലിയില്ലല്ലോ. ഞാൻ ചോദിച്ചു ഇങ്ങനെ ഡോക്ടർ പറഞ്ഞല്ലോ നിങ്ങൾ ടിഞ്ചർ ആയിട്ടുള്ളത് തരുമോന്ന് ചോദിച്ചോ. പറഞ്ഞു ഇതിന്റെയൊക്കെ ടിഞ്ചറിന് എത്ര രൂപ വിചാരിക്കുന്ന ഡോക്ടർ എന്ന്. അങ്ങനെ ടിഞ്ചർ ഒന്നും വരുന്നില്ല, ഇതാണ് വരുന്നത്, അതിന് കുറെ പൈസ ആവും എന്ന് പറഞ്ഞു. അപ്പൊ അറ്റ് പ്രസന്റ് നമുക്ക് കിട്ടാനുള്ളത് 30 ആണ്. അത് മെഡിക്കേറ്റ് ചെയ്തിട്ട് അതിലല്ലേ നമ്മളിപ്പോ കഴിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അതിന് അതിപ്പോ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണ കുഴപ്പമില്ല. പക്ഷെ റെസ്ക്യൂ റെമഡി ഒന്നും പൊട്ടൻസി ആയിട്ടില്ലല്ലോ. റെസ്ക്യൂ റെമഡി പറഞ്ഞല്ലേ വരുന്നത്. അത്രേ ഉള്ളൂ, അതേ ഉള്ളൂ. അതേ ഉള്ളൂ. അപ്പൊ അവർക്ക് എന്തോ സ്ട്രെങ്ത് എഴുതണം പറഞ്ഞിട്ട് എന്തോ ഒരു പോളിസി മേക്കിംഗിൽ എന്തോ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടോ, അതാണ് കാര്യം. ഡോക്ടർ തുടങ്ങുമ്പോ പറഞ്ഞു ഫിയർ, അൺസർട്ടനിറ്റി, ലോൺലിനെസ്, അത് മൂന്നും ഒരു കാറ്റഗറൈസേഷന് വേണ്ടി പറഞ്ഞാണോ? അല്ല, അത് ക്ലാസ് എടുത്തതാണ് ശരിക്കും പറഞ്ഞാല്. ഓക്കെ. ഞാൻ അത് കേട്ടപ്പോ വിചാരിച്ച് അതെനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ അല്ല 7 ക്യാരക്ടറാണ് നമ്മളെ ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത്. 7 മെയിൻ ക്യാരക്ടറില് ഈ 7 ഏതൊക്കെ സിംറ്റംസ് അതിനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കണം നമ്മൾ. ഓ ശരി. നമ്മളൊരു സിംറ്റം കേൾക്കുമ്പോ ഇവരുടെ ഉള്ളില് അതെ ഈ മെയിൻ സിംറ്റംസിൽ ഈ 7 മെയിൻ ഹെഡിങ്സിൽ ഏതിലാണ് ഇവർ വരുന്നത് എന്ന് നമ്മൾ ഒബ്സർവേഷനിലാണ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അവരുടെ മാനറിസംസ്, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മൾ അങ്ങനെ 7 കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോന്നിനും ഇന്ന റെമഡീസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കാറ്റഗറൈസ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആ 7 ഒരു ഹെഡിങ്ങില് 7 ഡ്രഗ് ഉണ്ടെങ്കിൽ ആ 7 ഡ്രഗ്
ഇവർക്ക് പറ്റിയത് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ അത് ഈ 7 ഐറ്റംസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ സാർ? ഞാൻ പറഞ്ഞ ആദ്യം തുടങ്ങിയത് അങ്ങനെയല്ല. ആദ്യം നമ്മൾ പറഞ്ഞപ്പോ 3 പറഞ്ഞായിരുന്നു സാർ, പക്ഷെ എല്ലാം പറഞ്ഞില്ല, 7 പറഞ്ഞില്ല. പറഞ്ഞില്ല. ഒന്നുകൂടെ ഒന്ന് പറയാം. വരുന്നേ ഉള്ളൂ. ഫിയർ, ഫിയർ, അതെ. രണ്ടാമത്തെ പേടി, ഒന്നാമത്തത്. പിന്നെ ശങ്ക, അൺസർട്ടനിറ്റി, ആ രണ്ടാമത്തത്. മൂന്നാമത്തെ ഉപേക്ഷ, ദാറ്റ് മീൻസ് ഫോർ ഇൻസഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്, അതാണ് നാലാമത്തെ ലോൺലിനെസ്, ഏകാന്തത. ഉം. അഞ്ചാമത്തെ ദോസ് ഓവർ സെൻസിറ്റീവ് ഇൻഫ്ലുവൻസ് ആൻഡ് ഐഡിയാസ്, വികാരങ്ങൾ കടമപ്പെടുന്നവര്, അതാണ് അഞ്ചാമത്തെ. ആറാമത്തത് നിരാശ, റെസ്പോണ്ടൻസി, ഡെസ്പയർ. പിന്നെ ഏഴാമത്തത് ഫോർ ഓവർ കെയർ ഫോർ വെൽഫെയർ ഓഫ് അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പണിപ്പെടുന്ന ആൾക്കാർ. പരകാര്യ വ്യഗ്രത, അതാണ് കറക്റ്റ് മലയാളം. പരകാര്യ വ്യഗ്രത, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ചാടിപ്പുറപ്പെടുക, മനസ്സിലായോ? ഫോർ ഓവർ കെയർ ഫോർ വെൽഫെയർ ഓഫ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവരെ മുൻപന്തിയിൽ ഉണ്ടാവും. സ്വന്തം കാര്യം കൂടെ നോക്കാണ്ട്, സ്വന്തം വീട്ടുകാർ, സ്വന്തം മക്കളെയും നോക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടിപ്പോകുന്നവര്. സാർ ഇപ്പൊ പറഞ്ഞത് ഫിയർ, ആ ടെൻഷൻ, ഫിയർ, നെക്സ്റ്റ് ഇസ് അൺസർട്ടനിറ്റി, അൺസർട്ടനിറ്റി, പിന്നെ ഉപേക്ഷ, ലോൺലിനെസ്, സെൻസിറ്റീവ് ടു ഇമോഷൻസ്, പിന്നെ ഡെസ്പെറൻസി, ഡെസ്പയർ, പിന്നെ ഓവർ കെയർ ഫോർ അതേഴ്സ്. ഈ 7 സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾ മുന്നിലിരിക്കുന്നത്. അതിൽ ഏതിലാണ് ഏഴത്തിൽ പെടുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഭദ്രൻ ഡോക്ടർ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഭദ്രൻ ഡോക്ടറെ? ഞാൻ അത് അധികം ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി പറയാനില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ സാർ? സാർ, സ്വെറ്റിങ്ങിന് ഏതെങ്കിലും മെഡിസിൻ സ്പെസിഫിക് ആയിട്ടുണ്ടോ? സെറ്റിംഗ് കൊണ്ട് അവർക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. സെറ്റിംഗ് വരുന്നതുകൊണ്ട് ഇംപേഷ്യന്റ് അതിനെ കൊണ്ട് അങ്ങനെയാണ് ഇംപേഷ്യൻസ് കൊടുക്കുക. ഇംപേഷ്യന്റും ക്രാബ് ആപ്പിളും വാൾനട്ടും കൊടുത്തു നോക്കുക. ഇംപേഷ്യന്റ്, ക്രാബ് ആപ്പിൾ, വാൾനട്ട്. ഓക്കെ 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 സർ, താങ്ക് യു. ഓക്കെ ജിനി ഡോക്ടറെ. ഇനി നമ്മളെ ഇന്നലത്തെ ആനി ജോൺ ഡോക്ടറാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ 3 കൂടെ കൊടുക്കാമല്ലോ അല്ലേ സാർ? 3 കൂടെ ഒരുമിച്ച് മെഡിക്കേറ്റ് ചെയ്ത് 3 TDs ആയിട്ട് കൊടുക്കും, 3 നേരമായിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ, 3 കൂടെ ഒരുമിച്ച് മെഡിക്കേറ്റ് ചെയ്തിട്ടല്ലേ സാർ? ഒരുമിച്ച് മെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ആനി ജോൺ ഡോക്ടർ ഉണ്ടോ? ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഡോക്ടർ ഒത്തിരി ഉപയോഗിക്കുന്ന ഡോക്ടറാണ്. ബാഷ് ഫ്ലവർ റെമഡി നന്നായി ഉപയോഗിക്കുന്ന ഡോക്ടറാണെന്ന് തോന്നുന്നു ആനി ജോൺ ഡോക്ടർ. എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടർക്ക്? ഡോക്ടറെ കാണുന്നില്ല, ഇല്ല എന്തോ. ഇരുപത്തൊന്നായി, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് അവസാനം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. വളരെ സന്തോഷം, ചോദിക്കൂ. ഞാൻ ഈ റെസ്ക്യൂ റെമഡി കൊടുക്കുന്നവർക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 10 തുള്ളി ഒഴിച്ചിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ കുടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ സാറേ? 1 ലിറ്റർ ഏത് രീതി ചെയ്യാം, പ്രശ്നമില്ല. അത് അക്യൂട്ട് ഇതുമാതിരി സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് അത്രയും ഷോർട്ട് ഇന്റർവെൽ കൊടുക്കാം. അത് അക്യൂട്ട്നെസ് ഇല്ല എന്ന് പറഞ്ഞാൽ അധികം കൊടുക്കണ്ട എന്ന് മാത്രം. ഞാൻ ആ ലേഡിക്ക് ആദ്യം അങ്ങനെയാ കൊടുത്തത്. കൊടുക്കാം. അപ്പൊ നമുക്ക് ചേഞ്ച് വരുന്ന സമയത്ത് കുറേശ്ശെ കുറയ്ക്കുക. നമ്മൾ ഡ്രോപ്സ് ആയിട്ട് അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ എത്ര ഡ്രോപ്പ് കൊടുക്കാം? ഈ മെഡിക്കേറ്റഡ് അല്ലാതെ. മെഡിക്കേറ്റഡ് അല്ല, 1 or 2 ഡ്രോപ്സ് ഒരു ഡോസ് ആയിട്ട് കണക്കാക്കണ്ടു. 2 തുള്ളി വീതം കൊടുക്കാം. അതെ 2 തുള്ളി ഒരു 3 ടീസ്പൂൺ വെള്ളത്തിലേക്കായി ഒരു ദിവസമായി നമുക്ക്.
ഉം. ഒരു വീട്ടിലെ മരണം, അമ്മ മരിച്ചു. പെൺമക്കൾക്ക് എല്ലാവർക്കും ഉള്ള ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വികാരമില്ല. പല കാര്യങ്ങളിലും ഒരു പ്രതികരിക്കാൻ പറ്റുന്നില്ല, സന്തോഷിക്കേണ്ടടുത്ത് സന്തോഷിക്കാൻ പറ്റുന്നില്ല, ദുഃഖിക്കേണ്ടടുത്ത് ദുഃഖിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വികാരമില്ലാത്തൊരു അവസ്ഥ മനസ്സിന്. അവർക്ക് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറോപ്പത്തെല്ലാം കഴിക്കാൻ പറയും. 4 നേരം കഴിക്കട്ടെ കുറച്ച് ദിവസത്തേക്ക്. അത് നേരത്തെ മറിയമ്മളർക്ക് ചോദിച്ച അതേ ഷോക്ക് കൊണ്ടുള്ള പ്രശ്നമായിരിക്കും. കാരണം ഇത് പറയാൻ കാരണം വെച്ചാൽ ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-30 കൊല്ലം അല്ല, അതിന് മുമ്പത്തെ കൊല്ലം എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങളൊരു വീട്ടിലൊരു പെൺകുട്ടിയെ ചികിത്സിക്കാൻ പോയി. ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ പോയ ആ പെൺകുട്ടി ഒരു ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് അന്വേഷിച്ച സമയത്ത് ഇതിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിലാണ്, പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റ് ഒന്നുമില്ല. അവരുടെ കൂട്ടുകാരി ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചു. ആ ചാടി മരിച്ചിട്ട് ആ സംഭവം പോയി നേരിട്ട് കണ്ടു, ആ ട്രെയിൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് പോയിട്ട്. അതിനുശേഷം ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അവിടെ സ്ട്രെയിറ്റ് അവേ കൊടുത്ത, അന്നത്തെ കാലത്ത് നമ്മള് ഫാദറൊക്കെ ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഷോണിച്ചൊക്കെ നമ്മളെ ഞാൻ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ മെല്ലെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്ട്രെയിറ്റ് അവേ നമ്മൾ പറ്റിയ അവസരമാണ് കൊടുക്കാന്ന് പറഞ്ഞ് സ്റ്റാറോപ്പത്തെല്ലാം നമ്മൾ അന്ന് മെയിൻ ഡ്രഗായി കൊടുത്ത, വേറെ ഡ്രഗ്സ് ഒന്നും കൊടുത്തതുമില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി ക്യൂർ ചെയ്തു. ആ കുട്ടി പിന്നെ പ്രീഡിഗ്രിക്ക് റീജോയിൻ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, കല്യാണം കഴിച്ച് സുഖമായിരിക്കുന്നു. വർഷങ്ങൾ മുമ്പ് പഴയ കഥയാണ്. പക്ഷെ ആ സ്റ്റാറോപ്പത്തിൽ നിന്നുള്ള ഡ്രഗിന്റെ കറക്റ്റ് ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഈ സ്റ്റാറോപ്പത്തിന്റെ വേറെ ഇൻഡിക്കേഷൻ അല്ല, ഇതേമാതിരി ഒരു ഷോക്കിന്റെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കരൂർ വൈശ്യ ബാങ്കിൽ വർക്ക് ചെയ്തൊരു ലേഡി, അവരെ ഭർത്താവ് മരിച്ച സമയത്ത് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. അപ്പൊ അവര് വീട്ടിൽ വന്ന സമയത്ത് കേസ് ഹിസ്റ്ററി എടുത്ത സമയത്ത് അവര് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോൾ ഒരു നിഴലിങ്ങനെ മൂവ് ചെയ്യണ കണ്ടു. ഭയങ്കര പേടിച്ചു അന്ന് ആ സമയത്ത്. പക്ഷെ അത് കാലക്രമേണ അതെല്ലാം മറന്നുപോയി. പക്ഷെ ഇപ്പൊ ആ ഒരു മെമ്മറി അവർക്ക് റീഅപ്പിയർ ചെയ്ത് അവര് ഉറക്കം നഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പൊ അവിടെ സ്ട്രെയിറ്റ് അവേ നമ്മൾ കൊടുത്ത് സിഫിലിനും കൊടുത്തു ആദ്യം, നൈറ്റ് അഗ്രിവേഷൻ എന്ന് പറഞ്ഞിട്ട്, പ്ലസ് സ്റ്റാറോപ്പത്തിലും. അവർ 1 മാസം കൊണ്ട് അവർക്ക് ചികിത്സ പിന്നെ തുടരേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ 2 പേര് തല്ലണു എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നത്. അപ്പൊ ആ ഇതിലും അവർ ചെറുപ്പത്തിൽ LKG UKG പഠിക്കുന്ന സമയത്ത് 2 മുത്തശ്ശിമാര് സ്കൂൾ ബസ്സിലേക്ക് ഈ കുട്ടിയെ കയറ്റുന്ന സമയത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തല്ലിയിട്ടാണ് വളർത്തിയത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മടുത്ത് പറഞ്ഞാൽ വീണ്ടും പുതിയ തല്ല് കിട്ടും പറഞ്ഞിട്ട് ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മെമ്മറി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പയർ ചെയ്ത് ഒരു സുപ്രഭാതത്തിലോ നൈറ്റിൽ ഇതിങ്ങനെ ഈ എന്നെ 2 പേര് തല്ലണു എന്ന് പറയാൻ തുടങ്ങി. പല കൗൺസിലിങ്ങും പല സൈക്കാട്രിക് ഇതിലൊക്കെ പോയിട്ടൊന്നും രക്ഷയില്ല വന്ന സമയത്ത് എന്നോട് വന്നു. ഞാൻ അന്ന് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് തന്നെയാണ് സ്റ്റാറോപ്പത്തിലും പ്ലസ് ഫിയർ എന്നുള്ളതിന് മീമലസ് എന്നുള്ളത് പ്ലസ് വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുത്ത് ക്യൂർ ചെയ്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുട്ടിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഞാൻ ചികിത്സിക്കപ്പെട്ടത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ബ്രോങ്കിരാസ്മ അതുപോലെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് അങ്ങനെയുള്ളതെല്ലാം ഈ ബെക്ഫ്ലോർ മെഡിസിൻസ് എങ്ങനെയാണ് കൊടുക്കാലോ. നമ്മളപ്പോ അതിനും കാരണമാണ് കൊടുക്കുക. ആ സമയത്ത് അയാളുടെ പാനിക് സിറ്റുവേഷനിലാണ് കാണിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആസ്മ ഒരു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിക്കറി കൊടുക്കാറുണ്ട്. നമ്മുടെ ദേഹത്ത് നിന്ന് കുട്ടികൾ ഇറങ്ങില്ല. അങ്ങനെയാണ് ചിക്കറി കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ് കണ്ടിട്ട്. അതേമാതിരി ഈ ആള് കാണിക്കുന്ന ഫിയർ ആണ്, വളരെ റെസ്റ്റ്ലെസ് ആണ്, ഇംപേഷ്യന്റ് സിംറ്റംസ് ആണ്, ഫിയർ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അതിനനുസരിച്ച് ആ ക്യാരക്ടർ നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത റിലീഫ് ഉണ്ട്. ട്രൈ ചെയ്യാൻ. പ്ലസ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കൊടുക്കേണ്ട ഡ്രഗ് റെസ്ക്യൂറമഡിയാണ്. ഇമ്മീഡിയറ്റ് സേവ് ചെയ്യുക, അതിനുശേഷം പിന്നെ ഇൻഡിക്കേറ്റഡ് ഡ്രഗിലേക്ക് വരും. ഈ ബാഷ് ഫ്ലോർ റെമഡി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പേഷ്യന്റിന്റെ വൈകാരിക തലമാണ് ഫലങ്ങൾക്ക് കൊണ്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ബൈപോളർ ഡിസോർഡറിനൊക്കെ കൊടുക്കാവോ? ബൈപോളർ ഡിസോർഡറിന് കൊടുക്കാലോ. എന്തൊക്കെയാ കൊടുക്കണ്ടേ? ബൈപോളർ ഡിസോർഡറിന് ഞാൻ ഈയിടെ ഒരു
വായിച്ചതേ ഉള്ളൂ. ഒരു മിനിറ്റ്. ഡോക്ടർ അത് നോക്കിയെടുക്കുമ്പോഴേക്കും ഞാൻ 23, 24 തീയതികളിലെ പ്രോഗ്രാം ഒന്നുകൂടെ ഒന്ന് പറയാം. 23-ാം തീയതി, അതായത് മറ്റന്നാളാണ് ലോക പുസ്തക ദിനം. അന്ന് ശ്രീ കെ മോഹൻദാസ് IAS ആണ് സ്വന്തം പുസ്തകത്തിനെ കുറിച്ച് പറയുന്നത്. മോഹൻദാസ് IAS ആണെന്ന് പങ്കെടുക്കുന്നത്. അതുപോലെ 24-ാം തീയതി ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ്. അന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ SM വിജയാനന്ദ് IAS, മുൻ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അതുപോലെ മറ്റ് നമ്മളെ ഹോമിയോപ്പതിയിലുള്ള ഡോക്ടർ അനിൽ SK, ഫരീദ് ബാവഖാൻ സാറ് ഒക്കെയാണ് പങ്കെടുക്കുന്നത്. രണ്ട് വലിയ വ്യക്തിത്വങ്ങളാണ്, IASകാരാണ് നമ്മളോടൊപ്പം അന്ന് ഈ 2 പ്രോഗ്രാമിലും പങ്കുചേരുന്നത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിൽ 23, 24-ലും പങ്കെടുക്കണം എന്നൊന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഗോപീകൃഷ്ണൻ ഡോക്ടറിലേക്ക് പോവാം. നമ്മളൊക്കെ ബൈപ്പോളർ ഡിസോർഡറിന് കൊടുക്കേണ്ട ഡ്രഗ് വെർവിയൻ, വൈൻ, വില്ലോ. എന്താ സാർ ആദ്യം പറഞ്ഞ എന്താ സാർ? VERVAN, വെർവിയൻ, വൈൻ, വില്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഇത് 2 ഫേസിൽ ഇത് തന്നെ കണ്ടിന്യൂസ് കൊടുത്തോണ്ടിരുന്നാ മതി. അതെ, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതന്നെ. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇൻഡിക്കേറ്റഡ് ഡ്രഗ് സിംറ്റംസ് മാറ്റമില്ലെങ്കിൽ കൂടിയിട്ട് കുറച്ച് കാലം കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ അതിന്റെ പോസിറ്റീവ് റിസൾട്ട് വരുന്നുള്ളൂ. വെർവൈൻ, വൈൻ, വില്ലോ അല്ലേ? അതെ. വൈൻ, വില്ലോ കൊടുത്തോണ്ടിരുന്നാ പോരാ, അതിന്റെ ഫീഡ്ബാക്ക് പറയണം. ഒരു കാര്യം, ഇപ്പൊ ഈ മാനുവലൊക്കെ ഒരുപാട് വർത്താനം പറയുക, അപ്പോഴും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അതെ. അഞ്ജലി ഡോക്ടർ കേട്ടായിരുന്നാ? കേട്ടു. ഞാന് ശരിക്കും പറഞ്ഞ അലോപ്പതിക് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അവർക്ക് ഇതും കൂടെ കൊടുക്കുമ്പോ എന്തുണ്ടെന്ന് അറിയാമെന്നൊന്ന് ഇതിനു വേണ്ടി ചോദിച്ചതാ ഞാൻ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കട്ടെ അവരുടെ അടുത്ത്. ഓക്കെ എന്നാ, ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ ഒരു നല്ല പ്രസന്റേഷൻ, പിന്നെ എല്ലാവർക്കും സംശയങ്ങൾ ദൂരീകരിച്ച് കിട്ടാനുള്ള അവസരം ഉണ്ടായി. ഗോപീകൃഷ്ണൻ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി അജിനി ഡോക്ടറെ ക്ഷണിക്കും. താങ്ക് യു ഷൈൽ ഡോക്ടറെ. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ ഈ IFPHന്റെ തന്നെ ഒരു ബാച്ച് ഫ്ലവർ ടീച്ചറാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ പകുതി ആൾക്കാർക്കും ഇങ്ങനെ ഉണ്ടെങ്കിലും ആരും ഉപയോഗിക്കാത്തവരായിരുന്നു. പക്ഷെ ഉപയോഗിക്കാനും, എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കൊടുക്കാനും തുടങ്ങിയില്ലെങ്കിലും സ്വന്തം ആവശ്യത്തിനും മറ്റുമൊക്കെ മേടിക്കാനും ഉപയോഗിക്കാനും ഉള്ള കോൺഫിഡൻസ് തന്നത് സാറാണ്, എന്നെ പോലെ പലർക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ക്ലാസ് എടുക്കുകയും പിന്നെ ഞങ്ങൾ കാണിക്കുന്ന വീണ്ടും ഞങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുകയും പിന്നെയും തെറ്റുകൾ കാണിക്കുകയും ചെയ്തിട്ടും വീണ്ടും വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് അതെല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്ന സാറിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ഇനിയും വീണ്ടും വന്ന് ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, അജിനി ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അജിനി ഡോക്ടർ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ജെയിംസ് പോൾ സാറ് ഡയഗ്നോസിസിൽ അഗ്രഗണ്യം എന്ന് പറഞ്ഞ പോലെ ഗോപീകൃഷ്ണൻ ഡോക്ടർ നമുക്ക് ബാഷ് ഫ്ലവർ റെമഡിയിൽ അഗ്രഗണ്യനാണ്. എന്തായാലും നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.